ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ പുതിയ കേസ്. ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തി. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ പുതിയ എഫ്ഐആർ ഫയൽ ചെയ്തു. ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗമാണ് കേസ് ഫയൽ ചെയ്തത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിർദ്ദേശപ്രകാരം ഒക്ടോബർ 3-നാണ് കേസെടുത്തത്. അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് കമ്പനി ഏറ്റെടുത്തതിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്നാരോപിച്ചാണ് കേസ്. രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമൊപ്പം 3 കമ്പനികൾക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് മേധാവി സാംബിത്രോദ, അസോസിയേറ്റഡ് ജേർണൽ ലിമിറ്റഡ്, യങ് ഇന്ത്യൻ, ഡോട്ടെക്സ് മർച്ചന്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തുടങ്ങിയവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. നാഷണൽ ഹെറാൾഡ് കേസിൽ ഇഡി സമർപ്പിച്ച കുറ്റപത്രത്തിൽ വിധി പറയുന്നത് ഡിസംബർ 16-ലേക്ക് മാറ്റിയിരുന്നു. ഡൽഹി റൌസ് അവന്യൂ കോടതിയാണ് വിധി പറയുക. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് ഇഡി കുറ്റപത്രം സമർപ്പിച്ചത്. ഇപ്പോൾ പ്രവർത്തനരഹിതമായ നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ മാതൃകമ്പനിയായ അസോസിയേറ്റഡ് ജേർണൽ ലിമിറ്റഡിനെ വഞ്ചനാപരമായി കൈവശപ്പെടുത്താൻ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നാണ് ആരോപണം. കൊൽക്കത്ത ആസ്ഥാനമായുള്ള ഷെൽ കമ്പനിയായ ഡോട്ടെക്സ് മർച്ചന്റ്സ് 2ാം കോൺഗ്രസ് നേതാക്കൾക്ക് 76% ഓഹരിയുള്ള ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന കമ്പനിയായ യങ് ഇന്ത്യൻ എന്ന സ്ഥാപനത്തിന് 1 കോടി രൂപ നൽകിയതായി ആരോപിക്കപ്പെടുന്നു. ഈ ഇടപാടിലൂടെ യങ് ഇന്ത്യൻ കോൺഗ്രസിന് 50 ലക്ഷം രൂപ നൽകുകയും ഏകദേശം 2000 കോടി രൂപ ആസ്തിയുള്ള AGLന്റെ നിയന്ത്രണം നേടുകയും ചെയ്തുവെന്നാണ് ആരോപണം.